നടത്തം ഒരു വ്യായാമമാണോ അല്ലയോ? കുറച്ചുപേർ നടത്തം ഒരു വ്യായാമമേ അല്ല എന്ന് പലതരം തെളിവുകൾ വെച്ച് നിരത്തുന്നു. മറ്റു ചിലരാവട്ടെ നടത്തം മാത്രമേ ഉള്ളൂ വ്യായാമമെന്നും നടത്തം മാത്രം ചെയ്താൽ മതി, അതുകൊണ്ട് എല്ലാ രോഗങ്ങളെയും അകറ്റി നിർത്താമെന്നും പറയും. ഇതിൽ ഏതാണ് സത്യം? വ്യായാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സമൂഹത്തിന് പൊതുവിൽ രക്തക്കുഴലുകളുടെ രോഗവും ഹൃദ്രോഗം പോലുള്ള രോഗങ്ങളും തടയുക എന്നുള്ളതാണ്. ആ രീതിയിൽ നടത്തം എന്ന് പറയുന്നത് ഒരു നല്ല കാർഡിയോവാസ്കുലർ എക്സസൈസ് ആണ്. ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും, ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് അത്യാവശ്യം വേഗത്തിൽ നടന്നാൽ മതി. ഇത് തന്നെയാണ് WHO ആയാലും മറ്റ് ലോക ആരോഗ്യ സംഘടനകൾ ഒക്കെ തന്നെയും പറയുന്ന ഒരു ഉത്തമ വ്യായാമം. നടത്തത്തിന്റെ സ്പീഡ് കുറച്ച് കൂട്ടി നടന്നാൽ അത്രയും നല്ലത്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സ്പീഡിലെങ്കിലും നടക്കുക. എല്ലുകളുടെ ബലത്തിനും പേശികളുടെ ബലത്തിനും ഞരമ്പുകളുടെ നല്ല പ്രവർത്തനത്തിനും ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ കുറയ്ക്കാനും എല്ലാത്തിനും നടത്തം എന്ന് പറയുന്നത് ഒരു നല്ല വ്യായാമം തന്നെയാണ്. പക്ഷെ നടത്തം മാത്രമേ ഉള്ളൂ വ്യായാമമെന്നും നടത്തം നടന്നാൽ മതി വേറെ എല്ലാ രോഗങ്ങളെയും മാറ്റി നിർത്താം എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ നല്ലോണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ബാക്കി എല്ലാ ജീവിത രീതികളും നമ്മൾ തെറ്റാണെങ്കിൽ അസുഖം വരില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ചെലവ് കുറഞ്ഞ ഒരു രീതിയിൽ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു നല്ല വ്യായാമം തന്നെയാണ് നല്ല നടത്തം. അപ്പൊ തീർച്ചയായിട്ടും വ്യായാമമായിട്ട് നടത്തം സ്വീകരിക്കാം. ഇനി മറ്റ് എക്സസൈസ് ചെയ്യണം എന്നുള്ളവർക്ക് ജിമ്മിലോ നീന്തൽ ചെയ്യണമെന്നുള്ള അങ്ങനെയുള്ളവർക്കോ ഓടണമെന്നുള്ളവർക്കോ എല്ലാം സ്വീകരിക്കാം. വെയിറ്റ് ട്രെയിനിങ് വേണമെന്നുള്ളവർക്ക് അതും ചെയ്യാം. പക്ഷേ ഒരു വ്യായാമമേ അല്ല നടത്തം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നതിൽ കഴമ്പില്ല.